എൻ്റെ പേര് ബ്ലേസ്. ഞാൻ വാട്ടർ ക്വാളിറ്റി അനലിസ്റ്റാണ്. നമ്മുടെ ചാനൽ H2O വാട്ടർ സ്കൂൾ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഫിൽട്രേഷൻ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ് ഫിൽറ്ററിൽ നിന്ന് എടുക്കുന്ന വെള്ളം, വാട്ടർ ഫിൽറ്ററിൽ നിന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്തിരിക്കുന്ന ഔട്ട് വെള്ളത്തിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് പേര് നമ്മുടെ കൺസൾട്ടൻസി നമ്പർ സൈഡ് കാണിക്കുന്നുണ്ട്, ഇതിലേക്ക് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഔട്ടിൽ എങ്ങനെയാണ് കോളിഫോം ബാക്ടീരിയ കാണുന്നത്, അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ നമുക്കതിന് മുമ്പ് ഞാൻ കോളിഫോം ബാക്ടീരിയ എന്താണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല, മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ പോയി കാണാൻ ശ്രമിക്കുക. സൈഡ് ഇഫക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ ഫിൽറ്ററിൽ കോളിഫോം ബാക്ടീരിയ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണമാണ് നമ്മൾ വിവരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, കോളിഫോം ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ പാരാമീറ്ററായിട്ട് വെച്ചിട്ടുള്ളതാണ്. അതായത് വെള്ളം കണ്ടാമിനേഷൻ ആയോ ഇല്ലെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ബാക്ടീരിയ ഇൻഡിക്കേറ്ററാണ് കോളിഫോം. അപ്പോൾ ഈ കോളിഫോം ബാക്ടീരിയ കണ്ടിട്ടുണ്ടെങ്കിൽ BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്കത് കുടിക്കാൻ പറ്റില്ല തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതലായി കിടക്കുന്നില്ല, വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഫിൽറ്ററിൽ നമുക്ക് RO ഉള്ള ഓപ്ഷൻ ഉണ്ട്, UV ഉണ്ട്, UF ഒക്കെ ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടും കോളിഫോം ബാക്ടീരിയ കിട്ടുന്നുള്ള പ്രധാന കാരണം? അതിനുള്ള കാരണം എന്നുണ്ടെങ്കിൽ, ഈ കോളിഫോം ബാക്ടീരിയ ഫാക്കൽറ്റീവ് അനയറോബിക് ബാക്ടീരിയ ആണ്. ഓക്സിജൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും ജീവിക്കുന്ന ഒരു ബാക്ടീരിയയാണ് കോളിഫോം ഗ്രൂപ്പ്. അങ്ങനെയുള്ള ഓർഗാനിസം ആയതുകൊണ്ട് നമ്മുടെ ഫിൽറ്ററിൽ നമ്മുടെ സ്റ്റോറേജ് ടാങ്കിലേക്കാണ് വെള്ളം വന്ന് വിടുക. അതായത് നമ്മുടെ സ്റ്റോറേജ് ടാങ്ക് നമുക്ക് ഒരു എങ്ങനെ പോയാലും ഒരു ഫിൽറ്ററിൻ്റെ സ്റ്റോറേജ് ടാങ്ക് ഏകദേശം 6 ലിറ്റർ മുതൽ 8, 9, 12 ലിറ്റർ വരെ സ്റ്റോറേജ് ടാങ്കിൻ്റെ കപ്പാസിറ്റിയിൽ ഫിൽറ്ററുകളുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റോറേജ് ടാങ്കിലുള്ള വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ, അതായത് സ്റ്റോറേജ് ടാങ്കിൽ ഒരു 4 മണിക്കൂറിൽ കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്ടീരിയകളുടെ സാന്നിധ്യം കാണും. കാരണം എന്ന് പറഞ്ഞാൽ കോളിഫോം ബാക്ടീരിയ നമ്മുടെ ഫീക്കൽ മാറ്ററിൽ മാത്രം കാണുന്നൊരു ബാക്ടീരിയ അല്ല, നമ്മുടെ അയറിലുണ്ടായിരിക്കും, നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്പിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാണ് ഫിൽറ്ററിൻ്റെ ഉള്ളിലും ഈ ബാക്ടീരിയ വരുന്നത്? അപ്പോൾ അതിനുള്ള ഉത്തരമാണ്, നമ്മുടെ ഫിൽറ്ററിൻ്റെ ക്യാബിനുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയാൽ മനസ്സിലാവും, അത് ഇളകുന്നുണ്ടായിരിക്കും. ഒരിക്കലും ഫിൽറ്ററിൻ്റെ ക്യാബിൻ ഫുള്ളി എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ എയറിൽ നിന്ന് വരും. പിന്നെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സിലൊക്കെ ഒരുപാട് കോളിഫോം ബാക്ടീരിയകളുടെ ഗ്രൂപ്പിലുള്ള ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും, കോളിഫോം ബാക്ടീരിയ ഉണ്ടായിരിക്കും. കാരണം ഗ്രൂപ്പിലുണ്ടായിരിക്കും പറയാം, ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. എഷ്രീഷ്യ ഈ കോളിഫോം ഗ്രൂപ്പിൽ വരുന്ന, ക്ലബ്സെല്ല, എൻഡറോ ബാക്ടീരിയ, സിട്രോ ബാക്ടീരിയ, അങ്ങനെ ഒരുപാട് ബാക്ടീരിയകളുണ്ട് ഈ കോളിഫോമിൻ്റെ ഗ്രൂപ്പിലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മളിതൊന്നും ടെസ്റ്റ് ചെയ്യില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കോളിഫോം ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ ഒരു കോംപ്ലിക്കേഷൻ വരെ നമ്മൾ ഫിൽറ്ററിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ ഈക്കോളൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കണ്ടീഷനൊന്നും യോജിക്കില്ല. കാരണം ഈക്കോളൈ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ, നമ്മുടെ ഫീക്കൽ മാറ്ററിൽ കാണുന്ന ബാക്ടീരിയ മാത്രമാണ്. വാം ബ്ലഡുള്ള ഓർഗാനിസത്തിൻ്റെ ഫീക്കൽ മാറ്ററിൽ ജീവിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കോളിഫോമിൻ്റെ കേസ് മാത്രമാണ്. ഫിൽറ്ററിൽ കോളിഫോം ബാക്ടീരിയ കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഒന്ന് ഭയക്കേണ്ട കാര്യമില്ല. പ്രധാന കാരണം ഇതാണ്, നമ്മുടെ ഫിൽറ്ററിൻ്റെ ക്യാബിൻ എയർ ടൈറ്റ് ആയിട്ടല്ല വരുന്നത്. 4 മണിക്കൂറിൽ കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബാക്ടീരിയകളുടെ ഗ്രോത്ത് സംഭവിക്കും. നമ്മുടെ ഈ കോളിഫോം ബാക്ടീരിയ നമുക്ക് ഓക്സിജൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും ജീവിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. അവരെ ഫാക്കൽറ്റീവ് അനയറോബിക് ബാക്ടീരിയകളെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഫിൽറ്ററിൻ്റെ ടാങ്കിലും എടുക്കുന്ന ഔട്ടിലും നമുക്ക് കോളിഫോം ബാക്ടീരിയ കിട്ടാനുള്ള പ്രധാന കാരണം. അപ്പോൾ നമുക്ക് കോളിഫോം ബാക്ടീരിയ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റോറേജ് ടാങ്കിൽ വീഴാത്ത വെള്ളം, അതായത് നമുക്ക് കറക്റ്റിൻ്റെ നോബ് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ നിന്ന് വീഴുന്നതിന് മുമ്പുള്ള വെള്ളം ഒരു സ്റ്റെറിലൈസ്ഡ് ബോട്ടിൽ കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോറേജ് ഇല്ലാത്ത ഫിൽറ്ററിൻ്റെ മോഡൽ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോളിഫോം ബാക്ടീരിയ സാന്നിധ്യം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഡയറക്റ്റ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞത്. സ്റ്റോറേജ് ടാങ്കിൽ വീണാക്കാൻ നമുക്ക് കളക്ട് ചെയ്യുന്ന വെള്ളത്തിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫിൽറ്ററിന് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ അർത്ഥം. അല്ലാത്ത രീതിയിൽ ആ ബാക്ടീരിയ നമുക്ക് ഒരിക്കലും കാണാൻ പാടില്ലാത്തത് തന്നെയാണ്. പിന്നെ നമുക്ക് കോളിഫോം ബാക്ടീരിയ അറിയാമല്ലോ, നമുക്ക് ബോയിൽ ചെയ്താലും, അതായത് തിളവെന്ന് 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോളിഫോം ബാക്ടീരിയ നശിച്ചു പോകും. കോളിഫോം ബാക്ടീരിയ പ്രധാനമായിട്ടും കാണാനുള്ള പ്രധാന കാരണം 35 മുതൽ 37 ഡിഗ്രി വരെയാണ് കോളിഫോം ബാക്ടീരിയയുടെ സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ. നമുക്ക് കേരളത്തിലെ കണ്ടീഷൻ അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ കോളിഫോം ബാക്ടീരിയയ്ക്ക് വരാൻ ഏറ്റവും അനുയോജ്യമായ ടെമ്പറേച്ചറുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അതുകൊണ്ടാണ് കേരളത്തിലെ 90% മുകളിൽ വെള്ളത്തിലും കോളിഫോം ബാക്ടീരിയ കണ്ടാമിനേഷൻ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കലും കോളിഫോം ബാക്ടീരിയ അനുകൂലിച്ച് സംസാരിക്കുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഫിൽറ്ററിൽ കിട്ടാനുള്ള പ്രധാന കാരണങ്ങളാണ് ഞാൻ വിവരിച്ചത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് കോളിഫോം ബാക്ടീരിയ ഒരു നല്ലൊരു സംഭവമായിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കോളിഫോം ബാക്ടീരിയ
നമുക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം കുടിവെള്ളത്തിൽ കാണാൻ പാടില്ലാത്ത ഓർഗാനിസമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ കണ്ടാമിനേഷൻ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ബോധേഡാവേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യം ഈക്കോളൈ വെള്ളത്തിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഈ കോളിഫോം ഈക്കോളൈയൊക്കെ സെയിം ഗ്രൂപ്പിലുള്ള ഓർഗാനിസം ആണെങ്കിലും ഈക്കോളൈ മനുഷ്യൻ്റെ ഇൻറ്റെസ്റ്റൈനിൽ മാത്രം കാണുന്നതുകൊണ്ട് മാത്രമാണ് അതിനെ ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് മാത്രം സംസാരിക്കുന്നത്. കോളിഫോം ബാക്ടീരിയ അളവ് കൂടിയാലും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം അത് കുടിക്കാൻ യോഗ്യമല്ലാത്ത വെള്ളം തന്നെയാണ്. അപ്പോൾ വാട്ടർ ക്വാളിറ്റിയെക്കുറിച്ച് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കൺസൾട്ടൻസി നമ്പറിലേക്ക് ഞങ്ങൾ വാട്ടർ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻസ് ഫോളോ ചെയ്യാൻ ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. മറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ ആവശ്യത്തെ ചെറിയ സംശയങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി തീർച്ചയായിട്ടും ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ വാട്ടർ ക്വാളിറ്റിയെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഡയറക്റ്റ് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് കൺസൾട്ടൻസി നമ്പറിൽ വാട്ടർ മെസ്സേജ് അയയ്ക്കുക.